അധികം ആൾക്കാർക്കും ഇതറിയില്ല. ദ റിയൽ സീക്രട്ട് ടു സക്സസ് ഈസ് മാനിഫെസ്റ്റേഷൻ. ത്രൂ മാനിഫെസ്റ്റേഷൻ യു ക്യാൻ അച്ചീവ് എനിത്തിങ് യു വാണ്ട് ഇൻ ലൈഫ്. Manifest to get your dream body, manifest to get financial freedom, manifest to get your dream partner, manifest to get your dream car, manifest to get the life you want. Sounds good, right? അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്നാൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? മാനിഫെസ്റ്റ് ചെയ്താൽ മതി. എൻ്റെ ചാനൽ ഓട്ടോമാറ്റിക് വളരും. നിങ്ങൾക്ക് പണിയൊന്നും എടുക്കണ്ട. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബുൾഷിറ്റ് ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു വൈ. നിങ്ങളിവിടെ പുതിയതാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഹിഷാം. ഞാനൊരു കണ്ടൻറ് ക്രിയേറ്ററാണ് /റൈറ്റർ/ഇൻഫ്ലുവൻസർ എന്ത് വേണമെങ്കിലും വിളിക്കുക. ഞാൻ ഇവിടെ ചെയ്യണം എന്താ വെച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കുകൾ, മെയിനായിട്ട് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ പഠിക്കും. ആ സംഭവങ്ങൾ പഠിച്ച സാധനങ്ങൾ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ യൂട്യൂബിൽ ടീച്ച് ചെയ്യുന്നു. ഈ മാനിഫെസ്റ്റേഷൻ്റെ മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനാണ്. അപ്പോൾ ഈ സംഭവം ഇന്നും ഇന്നലെ നല്ല ഉണ്ടായത് 1800-കളിലൊക്കെ ന്യൂ തോട്ട് തിയറി അല്ലെങ്കിൽ ന്യൂ തോട്ട് എന്നൊക്കെയുള്ള രീതിയിൽ കുറേ ആൾക്കാർ ഈ സംഭവങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. പിന്നീട് നമ്മളെ ജനറേഷനിൽ ഇത് കൂടുതൽ കളിക്കാൻ തുടങ്ങിയത്, ട്രെൻഡിങ് ആവാൻ തുടങ്ങിയത് ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റോണ്ട ബെയറിനെ എഴുതിയിട്ടുള്ള ബുക്ക് എന്നാണ്. ആ ബുക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സക്സസ് പോണാണ്. ഇറ്റ് ടെൽസ് പീപ്പിൾ വാട്ട് ദേ വാണ്ട് ടു ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് വാട്ട് ദേ നീഡ് ടു ഹിയർ. ആൾക്കാർ ഓല കയ്യിൽ പൈസ ഒന്നും ഇല്ലാതെ ബ്രോക്കായി നിൽക്കുന്ന ടൈമിൽ, ഓല ലുക്കിലൊന്നും കോൺഫിഡൻസ് ഇല്ലാതെ ഇൻസെക്യൂർ ആയി നിൽക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിൽ ഓല ഇമോഷൻസ് ആയിരിക്കും ഓല ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ മുകളിൽ ക്ലൗഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇമോഷൻസിൻ്റെ ബേസിലായിരിക്കും ഓല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് പൈസനെ കുറിച്ച് ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് പൈസ ഉണ്ടാവും. ഹെൽത്തി ആയിട്ടുള്ള തോട്ടുകൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഡിസീസ് പോവും. സക്സസിനെ കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ സക്സസ് നിങ്ങളിലേക്ക് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അട്രാക്റ്റീവ് ആയിരിക്കും. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ഇറ്റ് വിൽ വർക്ക്. സോ വൈ പീപ്പിൾ ഫാൾ ഫോർ ദിസ് ഞാൻ പറഞ്ഞുതരാം. ഒരു ക്വിക്ക് അപ്ഡേറ്റ് ഉണ്ട്. ഡിസംബർ 15 മുമ്പാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്ലയേഴ്സ് ക്ലബ്ബ് കമ്മ്യൂണിറ്റിൻ്റെ മെമ്പർഷിപ്പ് 15 വരെ സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആണ്. ഔട്ട്ലയേഴ്സ് ക്ലബ്ബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയാണ് വിച്ച് വിൽ ഹെൽപ്പ് യു ടു ട്രാൻസ്ഫോം യുവർ ലൈഫ് ബൈ ബിക്കമിങ് ദ മോസ്റ്റ് ഡിസിപ്ലിൻഡ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അറിയാൻ പറ്റും. സോ ഡിസംബർ 15 വരെ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ആകെ 30 സ്പോട്ടുകൾ അവൈലബിൾ ഉള്ളൂ. 30 ആയി കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ചെക്ക് ദ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു ഇഫ് യു ജെനുവിൻലി വാണ്ട് ടു ഇംപ്രൂവ് യുവർ ലൈഫ്. സോ ബാക്ക് ടു ദ വീഡിയോ. അക്കോർഡിംഗ് ടു സീക്രട്ട്, ആ ബുക്കിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തോട്ടുകളൊക്കെ ഒരു ഫ്രീക്വൻസി എമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഴയ കാലത്തൊക്കെ റേഡിയോ യൂസ് ചെയ്തിരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കൊരു പാട്ടൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടൈമിൽ ഒരു ചാനലിൽ വരുന്ന പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം അല്ലേ? ആ ഒരു സംഭവം നമ്മൾ നോബ് നമ്മൾ തിരിച്ച് ആ ഒരു 2 ഫ്രീക്വൻസി മാച്ച് ആകുമ്പോൾ ആ പാട്ട് ആ റേഡിയോയിൽ പ്ലേ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ തോട്ടുകളും ഓരോ ഫ്രീക്വൻസി എമിറ്റ് ചെയ്യേണ്ടതെന്നാണ് സീക്രറ്റിൽ പറയുന്നത്. പിന്നെ ഒരു പറയണം എന്താ വെച്ചാൽ ഈ യൂണിവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എനർജി കൊണ്ടാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിലും എല്ലാത്തിലും എന്തുണ്ട്? ഓരോരു ഫ്രീക്വൻസി എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്ന തോട്ടിൻ്റെ ഫ്രീക്വൻസിയും ഈ യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ മാച്ച് ആകുമ്പോൾ അങ്ങനെ മാച്ച് ആവുന്ന എന്താണോ അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫിറ്റ് ആയിട്ടുള്ള തോട്ടുകളാണ് എപ്പോഴും ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽത്തി ബോഡി കിട്ടും. നമ്മളെപ്പോഴും പൈസനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് പൈസ ഡെലിവർ ചെയ്യും. നമ്മളെ ഡ്രീം പാർട്ട്ണറിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡ്രീം പാർട്ട്ണറിനെ ആ ഒരു ഫ്രീക്വൻസി മാച്ച് ചെയ്യാണ്ട് നമ്മൾ യൂണിവേഴ്സ് ഡെലിവർ ചെയ്യും എന്നുള്ള രീതിയിലാണ് അതിൽ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഭയങ്കര സയൻറ്റിഫിക് ആണ്. ഈ ഫ്രീക്വൻസി, അട്രാക്ഷൻ, അതുപോലെ തന്നെ എനർജി എന്നൊക്കെ കേൾക്കുമ്പോൾ അത് സംഭവം വർക്ക് ചെയ്യുന്ന സാധനം നമുക്ക് തോന്നും. ബട്ട് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സ്യൂഡോ സയൻസ്. ഇവിടെ മെയിൻ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കൺഫർമേഷൻ ബയാസിൻ്റെ ഒരു വേറെ വേർഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കൺഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയുന്ന ഇൻഫോർമേഷനെ കൺഫേം ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അതിന് കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് കാണിക്കുന്ന ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും? നമ്മൾ റിജക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ടെൻഡൻസി നമ്മൾ മനുഷ്യന്മാർക്കുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വേറൊരു ഭാഗമാണ് നമ്മൾ ഓൾറെഡി ഒരു സാധനം പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ വേഗം നോട്ടീസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് കാർ വാങ്ങാൻ വിചാരിച്ചു, ഒരു മോഡൽ കാർ വാങ്ങാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ റോട്ടിലൂടെയൊക്കെ പോകുമ്പോൾ അതേ മോഡലിലുള്ള ഇഷ്ടം പോലെ കാറുകൾ നമ്മൾ നോട്ടീസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങണമെന്ന് വിചാരിക്കാം. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാവും? എപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും ആൾക്കാരുടെ ക്ലോത്തിൻ്റെ മെറ്റീരിയൽ, കളർ, പ്രിൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, ക്വാളിറ്റി, ഇതൊക്കെ നമ്മൾ വേഗം നോട്ടീസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ, നമ്മൾ എന്തെങ്കിലും ബസ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലൊക്കെ ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഒരു പൊട്ടൻഷ്യൽ കഥയിലെ കോൺവെർസേഷൻ ആയിക്കാണ്ട് നമുക്ക് തോന്നും. ഇതെന്താ സംഭവിച്ചാൽ നമ്മളൊരു സാധനം പ്രയോറിറ്റി ആക്കി കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും? അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പുതിയ സംഭവങ്ങൾ ഉണ്ടായിക്കാണ്ട് ഈ യൂണിവേഴ്സ് നമുക്ക് ഡെലിവർ ചെയ്യല്ല, പകരം നമ്മൾ അതിനെ പ്രയോറിറ്റി ആക്കുമ്പോൾ ഒരു സാധനത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യും. അത്രേ ഉള്ളൂ. ആൻഡ് ഐ വിൽ ടെൽ യു ദ റീസൺ വൈ മാനിഫെസ്റ്റേഷൻ ഡസൻറ്റ് വർക്ക്. ജസ്റ്റ് ബിക്കോസ് യു തിങ്ക് അബൌട്ട് സംതിങ് ഡസൻറ്റ് മീൻ യു വിൽ ഗെറ്റ് ഇറ്റ്. നമ്മൾ ഒരു സാധനത്തിന് പ്രയോറിറ്റി ആക്കി കഴിഞ്ഞാൽ ശരിയാണ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്യൂസുകൾ, ഓപ്പർച്യൂണിറ്റീസ്, ഐഡിയാസ്, കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ നോട്ടീസ് ചെയ്യും. ബട്ട് യു സ്റ്റിൽ
ഹാവ് ടു ഡു ദ വർക്ക്. എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് 1-2 മണിക്കൂർ നല്ല ചിന്തിച്ച് ന്യൂസ് ലെറ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മൈൻഡ് പുതിയ ഐഡിയാസായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം ബുക്കുകൾ വായിക്കും. 1-2 മണിക്കൂർ ബുക്കുകൾ വായിക്കും. അതുപോലെ ഞാൻ പോഡ്കാസ്റ്റുകൾ കേൾക്കും. അതുപോലെ ഞാൻ റിസർച്ചുകൾ ചെയ്യും. ഇതൊന്നും ചെയ്യാതെ ഞാൻ ഇവിടെ വന്നാണ്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാതെ, റൈറ്റ് ചെയ്യാതെ, റീഡ് ചെയ്യാതെ, അപ്ലോഡൊന്നും ചെയ്യാതെ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഈ ടേബിളിൻ്റെ പടി ഇരുന്നാണ്ട് കണ്ണടച്ചാണ്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ്, മാനിഫെസ്റ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ വീഡിയോസ് ഇമ്പ്രൂവ് ആവുമോ? സബ്സ്ക്രൈബേഴ്സ് കൂടുമോ? വ്യൂസ് കൂടുമോ? എന്തെങ്കിലും നടക്കുമോ? ഈ ചാനൽ എവിടെയാണോ ഞാൻ ഇട്ട് പോയത് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. വിഷ്വലൈസേഷൻ ഹെൽപ്ഫുള്ളാണ്. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് എല്ലാവർക്കും നമ്മളെ ഗോള് ഏകദേശം ഭാവിയിൽ എങ്ങനെ ഉണ്ടാവും നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മോഡൽ നമ്മളെ മനസ്സിൽ കാണാൻ എല്ലാവർക്കും ആഗ്രഹമുള്ള സംഭവമാണ്, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരു നല്ല സംഭവം തന്നെയാണ്. പക്ഷേ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഈ സംഭവം, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിനെന്ത് ചെയ്യും, വേറെ ലെവലിലേക്ക് തിരിച്ചു പിടിച്ചാണ് കാണിച്ചു തരുന്നത്. ഇതൊരിക്കലും ഒരു മാജിക് ട്രിക്ക് ഒന്നല്ല. യു ഗെറ്റ് വാട്ട് യു വർക്ക് ഫോർ. വിത്തൗട്ട് എഫേർട്ട് യു വോണ്ട് ഗെറ്റ് എനിത്തിങ്. ഈ ലോ ഓഫ് അട്രാക്ഷന് ഇത്രയും സെഡക്റ്റീവ് ആവാനുള്ള ഒരു 5 റീസൺസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്താണ്, ഇറ്റ് ഓഫേഴ്സ് കൺട്രോൾ ഇൻ ആൻ അൺകൺട്രോളബിൾ വേൾഡ്. നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? അൺപ്രഡിക്റ്റബിൾ ആണ്, അൺസേർട്ടൈൻ ആണ്. പുറത്ത് നടക്കുന്ന ഇവൻറ്റുകൾ, പുറത്ത് നടക്കുന്ന സംഭവങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും സംഭവം നടന്നു, അതിനെങ്ങനെ റിയാക്ട് ചെയ്യാം, നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യാം, നമുക്ക് കൺട്രോൾ ചെയ്യാം എന്ന് കരുതി ഓരോ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതോ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് എത്ര കൂടുന്നോ, ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നോ, ആൾക്കാർക്ക് വീഡിയോ എത്ര വ്യൂസ് വരുന്നോ, ഇങ്ങനത്തെ എക്സ്റ്റേണൽ സംഭവങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ആ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇൻറ്റേർണലായിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അൺകൺട്രോളബിൾ വേൾഡിൽ ഇവർ പറയാണ് നിങ്ങളെ ഡെസ്റ്റിനി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾ തിങ്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അട്രാക്ട് ചെയ്യുക, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പോരെ ആൾക്കാർക്ക് ഒരു നാക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാമത്താണ്, ഇറ്റ് ഫീൽസ് ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് അപ്ലിഫ്റ്റിംഗ്. പോസിറ്റീവ് അഫർമേഷൻ, വിഷ്വലൈസേഷൻ, അതുപോലെ ഗോൾ സെറ്റിങ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആൾക്കാരെ കോൺഫിഡൻസും മോട്ടിവേഷനൊക്കെ ഇൻക്രീസ് ചെയ്യുന്ന സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സാധനങ്ങളും അതിൻ്റെ കൂടെ സ്പിരിച്വാലിറ്റിയും കൂടി മിക്സ് ചെയ്താണ്ട് ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ മോട്ടറാവില്ലേ. ഇനി മൂന്നാമതാണ്, ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ ലോട്ട് ഓഫ് സെലിബ്രിറ്റീസ്. ഒപ്പറ, അതുപോലെ നമ്മളെ വിൽ സ്മിത്ത്, അതുപോലെ കോണർ മെഗ്രിഗർ പോലുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാധനത്തിൻ്റെ ഓലെ സക്സസ് ഉണ്ടാവാൻ കാരണം ലോ ഓഫ് അട്രാക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞാണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പറയലുണ്ട്. അതുപോലെ മില്യൻസ് ഓഫ് ആൾക്കാർ ഇതിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. ഇനി നാലാമത്തെ റീസണാണ്, ഇറ്റ് ഈസ് സിമ്പിൾ. നമ്മൾ സാധാരണ ഒരു സാധനമൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് കാലം പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും അല്ലേ. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ആകെ എന്ത് ചെയ്താൽ മതി, യു തിങ്ക് ഇറ്റ്, യു ഫീൽ ഇറ്റ്, യു അട്രാക്ട് ഇറ്റ്. വേറെ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അഞ്ചാമത്തെ റീസണാണ്, ഇറ്റ് സെൽസ് ഹോപ്പ്. ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു, ദേ വിൽ ടെൽ പീപ്പിൾ വാട്ട് ദേ വാണ്ട് ടു ഹിയർ, നോട്ട് വാട്ട് ദേ നീഡ് ടു ഹിയർ. ചിലപ്പോൾ ഒരാൾ കേൾക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, എടാ ഇത് വർക്ക് ചെയ്യൂല, ഇതിപ്പോൾ ഈ ചെയ്യണത് നല്ല രീതിയിലല്ല, ഒന്നില്ലെങ്കിൽ ഈ എന്ത് ചെയ്യേണ്ടി വരും, ഒന്നുകൂടി പഠിച്ചിട്ട് ഇത് നല്ല രീതിയിൽ ചെയ്യേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്വിറ്റ് ചെയ്താണ്ട് വേറെ സംഭവം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ആക്ച്വലി അവൻ കേൾക്കേണ്ട അഡ്വൈസ് എന്നുണ്ടെങ്കിൽ, അതിന് പകരം ഇവർ പറയണത് എന്താ വെച്ചാൽ, റിഗാർഡ്ലെസ് ഓഫ് സർക്കംസ്റ്റാൻസസ്, ഒരു സംഭവം വിഷയമല്ല, നിങ്ങളൊരു സാധനം മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എല്ലാ സംഭവങ്ങളും പോസിബിളാണ്. ഹെൽത്ത്, വെൽത്ത്, അല്ലെങ്കിൽ സക്സസ്, എല്ലാ സംഭവങ്ങളും പോസിബിളാണ് ജസ്റ്റ് മാനിഫെസ്റ്റേഷനിലൂടെ എന്ന് പറയണം. അപ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ ഭയങ്കര രീതിയിലുള്ള ഹോപ്പ്, എനിക്കത് പറ്റും, ഭാവിയിൽ അത് ഉണ്ടാവും എന്നുള്ള രീതിയിൽ, എനിക്കത് നേടാൻ പറ്റും, ജസ്റ്റ് തിങ്ക് ചെയ്താണ്ട് എന്നുള്ള രീതിയിലുള്ള ഹോപ്പ് വരികയാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യലി ബ്രോക്കായി നിൽക്കുന്ന ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ ലുക്കിൽ ഇൻസെക്യൂറായി നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊന്നും ഇത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ സിംപ്ലിസിറ്റിയും പോസിറ്റിവിറ്റിയും അതേപോലെ മാർക്കറ്റബിലിറ്റിയും ഒക്കെ പാടെ കൂടിയാണ്ട് വന്നുകൊണ്ട് ഈ ഒരു സാധനം ഒരു $multi-billion ബിസിനസ്സായി മാറുകയാണ്. സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരിക്ക് ഒരു കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റഡി ഒക്കെ നടത്തി അതിൽ നിന്ന് ഇത് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാണ്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമല്ലോ ലിറ്ററേച്ചറിൽ, സയൻറ്റിഫിക് ലിറ്ററേച്ചർ കണ്ട്. അങ്ങനെ ഒരു ക്ലെയിമോ അല്ലെങ്കിൽ സ്റ്റഡിയോ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സംഭവമൊന്നും പ്രൂഫൊന്നും ഇതിനില്ല. ആകെയുള്ള എന്താ വെച്ചാൽ കുറേ ഈ കൺഫർമേഷൻ ബയാസിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള അനക്ഡോട്ടുകൾ, ആൾക്കാർ ഇങ്ങനെ പറയുന്ന വെയ്ഗ് ആയിട്ടുള്ള ക്ലെയിമുകൾ ഉണ്ടാവില്ല, എനിക്ക് അത് കിട്ടി, ഇത് കിട്ടി, അതുകൊണ്ട് ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ സ്റ്റോറീസ്, ആൾക്കാർ പറയുന്ന സ്റ്റോറീസ് അല്ലാതെ ശരിക്കും ഇതിനൊരു പ്രൂഫില്ല. ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ടൂൾസുകൾ, അതായത് മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ, അതുപോലെ അഫർമേഷൻസ്, പോസിറ്റീവ് തിങ്കിങ് ഒക്കെ, അത് സിംഗിൾ എലമെൻ്റായി എടുത്തു കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരമുള്ള സാധനങ്ങളാണ്. മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഫോക്കസിനാണെങ്കിലും സ്ട്രെസ് കുറക്കാനാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മെൻ്റൽ ഹെൽത്തിനാണെങ്കിലും ഒക്കെ നല്ല സാധനമാണ്. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ഒരു പരിധി വരെയൊക്കെ നമ്മളെ ഗോളുകൾ നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു നമ്മളിപ്പോൾ ഒരു വീടൊക്കെ ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്മളൊരു വിഷ്വലൈസ് ചെയ്യുമല്ലോ നമ്മുടെ മൈൻഡിൽ, അതിൻ്റെ ഫൈനൽ എൻഡ് പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ വിഷ്വലൈസേഷൻ കുഴപ്പമില്ല. അതുപോലെ തന്നെ അഫർമേഷൻസ് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ പോസിറ്റീവ് തിങ്കിങ്ങും ഒരു പരിധി വരെ നല്ല സംഭവമാണ്. ഫോഴ്സ്ഡ് പോസിറ്റിവിറ്റി ഡേഞ്ചറസ് ആണ്. എന്താ വെച്ചാൽ ഇപ്പോൾ പല ആൾക്കാരും വിചാരം ഉണ്ടാവും എപ്പോഴും നമ്മൾ പോസിറ്റീവാണ് ചിന്തിക്കണം എന്നുള്ള രീതിയിൽ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് തോട്ടുകൾ നമ്മൾ സപ്രസ് ചെയ്യണം. എപ്പോഴും പോസിറ്റീവ് മാത്രം, മറ്റൊക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ
നമ്മളെ ബാക്ക് ഫയർ ചെയ്യും. അത് നെഗറ്റീവ് തോട്ടുകൾ വീണ്ടും പവറിൽ വരും. അത് ഒരു റീസൺ. വേറെ റീസൺ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പോസിറ്റീവ് ഔട്ട്കങ്ങളെ കുറിച്ചാണ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ കാണുന്നത്. നമ്മളിങ്ങനെ സക്സസ് ആവുന്നതും അച്ചീവ് ചെയ്യുന്നതൊക്കെ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംഭവം നമുക്ക് അറിയുണ്ടാവും. നമ്മൾ ഒരു ഗോളിനെ കുറിച്ച് നമ്മളൊരു ഗോള് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ആൾക്കാരോട് പറയുമ്പോൾ അത് അച്ചീവ് ചെയ്യുമ്പോൾ ആക്റ്റീവ് ആവുന്ന റിവാർഡ് സെൻറ്റേഴ്സ് അപ്പോൾ ആക്റ്റീവ് ആവും. അതായത് ശരിക്കും നമുക്ക് തരേണ്ട മോട്ടിവേഷൻ നമ്മളവിടെ സ്ക്വീസ് ചെയ്ത് കളയാണ്. ആൾക്കാരോട് പറയുമ്പോൾ നമുക്ക് ആ ഒരു റിവാർഡ് കിട്ടുമ്പോൾ ശരിക്കും നമുക്ക് ആ ഗോൾ പെർസ്യൂ ചെയ്യാനുള്ള മോട്ടിവേഷൻ നമ്മളിങ്ങനെ കളയാണ് കുറച്ച്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യണത് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അത് പെർസ്യൂ ചെയ്യാനുള്ള മോട്ടിവേഷൻ കുറയും. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതുപോലെ കണ്ടിന്യൂസ്ലി നമ്മൾ പോസിറ്റീവായി ചിന്തിച്ച് കഴിഞ്ഞാൽ പല നെഗറ്റീവ് വാർണിംഗ് സൈനുകളും നമ്മൾ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പുതിയ ജോലി നമ്മൾ കുറേ കാലം പഠിച്ച് നമ്മളൊരു ജോലിയിലേക്ക് കയറുകയാണ്. നമ്മൾ പഠിക്കുന്ന ടൈമിലേക്ക് ഇത് ഭയങ്കര ഡിമാൻഡുള്ള ജോലിയായിരുന്നു. പക്ഷേ ഇപ്പോൾ AI ഒക്കെ വരുന്നതുകൊണ്ട് പുതിയ ടൂൾസുകൾ വരുന്നതുകൊണ്ട് ആ ടൂൾസുകൾ അറിയണ പോലെയാണ് ഇതിൽ കൂടുതലും ത്രൈവ് ചെയ്ത് പോകുന്നത്. ബാക്കിയുള്ളവർക്ക് ജോലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങുന്ന ടൈം ഏകദേശം ഒരു 5-6 കൊല്ലം പഠിച്ച് 2 കൊല്ലം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ആ ജോലിയിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിക്കണം. പുതിയ കുറേ സംഭവങ്ങൾ വന്നിന്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ പറയാണ് അതൊന്നും കുഴപ്പമില്ല. കുറേ ആൾക്കാരെ ഓഫീസിൽ നിന്ന് ഫയർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുകയാണ് നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, അതൊന്നും കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിലേക്കാണ് ചിന്തിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെ പണി പോകും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മാരേജ് ഒക്കെ കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ നമ്മളെ പാർട്ട്ണർ കണ്ടിന്യൂസ്ലി റെഡ് ഫ്ലാഗുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പറ്റിയ ആളല്ല എന്ന് ഇങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ പറയുകയാണ് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇതൊന്നും പ്രശ്നമില്ല എല്ലാം നല്ല രീതിയിലാവും എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ റെഡ് ഫ്ലാഗുകൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്കാണ് നയിക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു അസുഖം ഉണ്ട് വിചാരിച്ചോ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള, നമ്മളിങ്ങനെ വിഷ്വലൈസേഷനിലോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനിലൊക്കെ ഇങ്ങനെ വിശ്വസിച്ചാണ്ട് ഈ സംഭവം ഓട്ടോമാറ്റിക് പോവും, ഈ ഒരു യൂണിവേഴ്സ് എനിക്ക് എന്ത് ചെയ്യും ഹെൽത്ത് ഡെലിവറി എന്നുള്ള രീതിയിൽ വിശ്വസിച്ചാണ്ട് ഇതിൻ്റെ നെഗറ്റീവ് സൈനുകൾ വാർണിങ്ങുകൾ ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡേഞ്ചറസ്. ഈ മാനിഫെസ്റ്റേഷൻ്റെ ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ എക്സ്ട്രീംലി ഡാർക്ക് സൈഡ് ഉണ്ട്. ഒരു സംഭവം ഇതുപോലെ ഒരു $1 ബില്യൺ ഇൻഡസ്ട്രി ആയി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സുകൾ, സെമിനാറുകൾ, അതുപോലെ മാനിഫെസ്റ്റോ ഡ്രീം ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോച്ചിങ്ങുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പിന്നെ ആൾക്കാരോട് ഇവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളാണോ നിങ്ങൾ വാങ്ങണത്, എത്രത്തോളം പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ്ടോ അത്രത്തോളം എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഒക്കെ നിങ്ങൾ എമിറ്റ് ചെയ്യാണ്, അത്രത്തോളം സീരിയസ് ആയിക്കാണ് നിങ്ങൾ കാണുന്നത്, അപ്പോൾ റിസൾട്ടിനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയും. പിന്നെ ഇത് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ ഇവർ പറയുന്നത് അത് നിങ്ങളെ തെറ്റാണെന്ന് പറയും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനാണ് ആ ഒരു സംഭവം നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് മാനിഫെസ്റ്റേഷനെ കുറിച്ച്, ഞാനാണ് നിങ്ങളെ ഡ്രീം ലൈഫ് കോച്ച് എന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സംഭവം അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ തെറ്റാണ്, നിങ്ങൾ മര്യാദക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിൽ എന്തോ ഒരു ബ്ലോക്കേജ് ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ശരിക്കും വിശ്വസിച്ചിട്ടില്ല, ഇങ്ങനെ പറഞ്ഞാണ്ട് നിങ്ങളെ മേത്തേക്ക് തന്നെ അതിൻ്റെ ബ്ലെയിം പോലും പാസ് ചെയ്യും. അങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ തന്നെയാണ് അത് അച്ചീവ് ചെയ്യാത്തതിന് തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ പോലും നിങ്ങളെ വിശ്വസിപ്പിക്കും. ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന സംഭവം എന്താ, യു ക്രിയേറ്റ് എവറിത്തിങ് ഇൻ യുവർ ലൈഫ് എന്നാണല്ലോ. ഇത് ശരിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ സക്സസ് ആണെങ്കിൽ അതുപോലെ തന്നെ ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. നമുക്കൊരു അസുഖം വന്നു, അതിന് കാരണം നമ്മളാണ്. നമ്മളെ ജോലി നഷ്ടപ്പെട്ടു, അതിന് കാരണം നമ്മളെ ചിന്താഗതിയാണ്. നമുക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ട്, നമ്മളെ മെൻ്റൽ ഹെൽത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അതിന് കാരണം നമ്മളാണ്. ഇതുപോലെ റെസ്പോൺസിബിലിറ്റി എടുക്കല്ലത്, ഇത് നമ്മളെ ബ്ലെയിം ചെയ്യാണ്. ഇതുപോലെ എല്ലാത്തിനും നമ്മളങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളെ അവസ്ഥ എന്തായിരിക്കും. ശരിക്കും ലൈഫിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഡിസ്കംഫേർട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ വീഡിയോസൊക്കെ ഭയങ്കര പൊട്ടത്തരായിരിക്കും, പിന്നെ ആൾക്കാർ കളിയാക്കുണ്ടാവും, അത് ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും. ഫെയിലിയറുകൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിക്കാണ്ട് ഞാൻ പണി എടുക്കേണ്ടി വരും, എഫേർട്ട് ഇടേണ്ടി വരും. അതുപോലെ ഒരുപാട് സംഭവങ്ങൾക്ക് ഞാൻ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടി വരും. ഈ സാധനങ്ങളൊന്നുമില്ലാതെ ജസ്റ്റ് നമ്മൾ കണ്ണടച്ചാണ്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച സാധനങ്ങൾ നമുക്ക് കിട്ടില്ല. ഈ ലോ ഓഫ് അട്രാക്ഷൻ എൻകറേജ് ചെയ്യുന്നത് വെറും ഒരു ഫാൻറ്റസിയാണ്, ഒരു ഫാൻറ്റസി ഡ്രീമാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉറങ്ങുകയാണ്, സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു ടു വേക്ക് അപ്പ്. അപ്പോൾ നിങ്ങൾ എന്നോട് മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അല്ല, ഇത് വളച്ച് തിരിച്ചാണ് പറയുന്നത്. ശരിക്കും മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നിങ്ങളൊരു സാധനങ്ങളെ പ്രയോറിറ്റി ആക്കി ഒരു ഗോൾ നിങ്ങൾ വെച്ചു എന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസോ ഐഡിയാസോ അല്ലെങ്കിൽ ക്യൂസുകളോ നിങ്ങൾ നോട്ടീസ് ചെയ്യും. അങ്ങനെ നോട്ടീസ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത്രേ ഉള്ളൂ. അല്ലാതെ ഈ ഫ്രീക്വൻസി, അതേപോലെ വൈബ്രേഷൻ, അതേപോലെ ഈ അട്രാക്ഷൻ, ഈ സംഭവങ്ങളൊക്കെ വെറുതെ മാർക്കറ്റിംഗ് ആണ്. പൈസ ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടാക്കിയ ഒരു സ്യൂഡോ സയൻസിൽ കവിഞ്ഞൊരു സാധനം, അത്രേ ഉള്ളൂ. കേൾക്കാൻ നല്ല രസകരം, ആൾക്കാർക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള സംഭവകരം പറയാം. അതുകൊണ്ട് തന്നെയാണ് ആ സീക്രറ്റൊക്കെ എന്തായത് ഭയങ്കര രീതിയിൽ ബെസ്റ്റ് സെല്ലർ ആയത്. അയിമെന്നാണ് ഈ നമ്മളെ ഞാൻ പറഞ്ഞ ആ റോണ്ട ബാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഡി ഭയങ്കര പൈസക്കാരിയായത്. യു ഡോണ്ട് അട്രാക്ട് സക്സസ്, യു ബിൽഡ് ഇറ്റ്, യു വർക്ക് ഫോർ ഇറ്റ്, യു ഏൺ ഇറ്റ്. ദ സഡിൽ ആർട്ട് ഓഫ് നോട്ട് ഗിവിങ് എ ഫക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, മാർക്ക് മൻസൺ എഴുതിയിട്ടുള്ള.
അപ്പോൾ ആ മാർക്ക് മെൻസൺ ഒരു ബ്ലോഗിൽ ഈ സീക്രറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ചെറിയൊരു സെൻറ്റൻസ് ഞാൻ വായിച്ചുതരാം. ദ സീക്രറ്റ് ഈസ് ഫുൾ ഓഫ് മിസ്പ്ലേസ്ഡ് ക്ലീഷേസ്, സില്ലി കോഡ്സ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യസ് ഡ്രിവൽ. ഇറ്റ്സ് എ പ്ലേ ബുക്ക് ഫോർ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് സെൽഫ് അബ്സോർപ്ഷൻ. ആൻഡ് ഐ തിങ്ക് ദാറ്റ് എനിബഡി ഹൂ റീഡ്സ് ഇറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് ഇറ്റ് advice in any serious way will likely make themselves worse off in the long run. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. I hope this video is helpful for you guys. Stop manifesting and start working. See you in the next video.